അപ്പോൾ നമ്മളുടെ ഓമിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അതായത് കൃഷ്ണകുമാറിൻ്റെ മകള് ദിയാകൃഷ്ണയുടെയും അശ്വിൻ്റെയും മകനാണ് ഓമി എന്ന് പറയുന്ന ആ കൊച്ച്. അപ്പോൾ ആ കൊച്ചിൻ്റെ ജന്മം മുതൽ നമ്മൾ കണ്ടതാണ്, എല്ലാവരും കണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ലേബർ റൂമെന്ന് മുതലുള്ള ക്യാമറകൾ, ഷൂട്ടിങ്ങും കാര്യങ്ങളും കൃഷ്ണകുമാറിൻ്റെ മകൾ നല്ല രീതിയിലൊരു പൈസ അതിൻ്റെ അകത്ത് നിന്ന് സമ്പാദിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ അവരുടെ ബർത്ത്ഡേൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വല്യമ്മ, ആ വല്യമ്മ എന്ന അപ്പച്ചിയാണ്, ആ കൃഷ്ണകുമാറിൻ്റെ സഹോദരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മറ്റേ ഒരു അമ്മയുണ്ടല്ലോ, ആ അമ്മയുടെ അനുജത്തിയാകാനും സാധ്യതയുണ്ട്. അങ്ങനെ എന്തോ ഒരു ബന്ധം ഉള്ളതാണ്. ആ ബന്ധമുള്ള ആ വല്യമ്മയെ അങ്ങോട്ട് മാറി നിൽക്കൂ എന്ന് പറഞ്ഞ് അഹാന പറയുന്ന ഒരു രംഗം എല്ലാവരും ക്യാച്ച് ചെയ്തെടുക്കുകയും പിന്നീട് പറഞ്ഞാൽ അതൊരു വലിയ വിവാദമാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ആ ഒരു വല്യമ്മയ്ക്ക് ആ വീട്ടിൽ നല്ല സുഖമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോഴേ അവിടെയുള്ള ജോലി ചെയ്യുന്നത് കൊണ്ടാകാം, അല്ലെങ്കിൽ ഇവരെ സഹായിക്കാൻ വന്നതായിരിക്കാം, അല്ലെങ്കിൽ മക്കളൊന്നും തിരിഞ്ഞു നോക്കാത്തതുകൊണ്ട് ചിലപ്പോൾ അവിടെ വന്ന് നിൽക്കുന്നതായിരിക്കാം. ഏതായാലും ആ വല്യമ്മ അവിടെ തന്നെയാണ്. എനിക്കിതൊന്നുമല്ല ചോദിക്കാനുള്ളത്. അല്ല മക്കളെ, ഈ അശ്വൻ എന്ന് പറയുന്നവൻ്റെ അച്ഛനും അമ്മയില്ലേ, ഈ ഒന്നാമത്തെ ബർത്ത്ഡേ ആയിട്ട് അവരെന്തുകൊണ്ട് വന്നില്ല? എല്ലാവരും പറയുന്നൊരു കാര്യം, അവരിവിടെയല്ലല്ലോ, അവർ മദ്രാസിലല്ലേ, അവരവിടെ തിരക്കല്ലേ. എടോ മദ്രാസിലല്ല, ഇനി വേറെ ഞാൻ പറഞ്ഞില്ല, ഇംഗ്ലണ്ടിലാണെങ്കിൽ ഇവരെ കൊണ്ടുവരാനുള്ള കഴിവ് ദിയാകൃഷ്ണ എന്ന് പറയുന്ന മരുമകൾക്കുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിയേൻ്റെ കയ്യിൽ അതിനുള്ള പൈസയുണ്ട്, പവറുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഒരു ദിവസത്തേക്കെങ്കിലും അവർക്ക് അവിടെ നിന്നും ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് അയച്ചു കൊടുത്തിട്ട് അച്ഛ അമ്മേ വരൂ എന്ന് പറഞ്ഞിട്ട് വരുത്തിക്കാൻ പറ്റൂലേ? എന്തുകൊണ്ട് വന്നില്ല? അപ്പോൾ കാര്യങ്ങൾ വേറെ ഒന്നുമല്ല, ഇവർ തമ്മിൽ എന്തോ പ്രശ്നങ്ങളുണ്ട്. അതായത് അശ്വിൻ്റെ വീട്ടുകാർക്ക് കുറേ പൈസ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അവരെ നാറ്റിച്ചിരുന്നു. ഇനി അതിൻ്റെ പ്രശ്നങ്ങളാണോ, അല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതാണ് ഇപ്പോഴും ചർച്ച ചെയ്യുന്നത്. അതായത് ഒരു മകൻ പോലും ഇതുപോലെ പെരുമാറരുത് എന്നാണ് എനിക്ക് ഈ അശ്വിൻ എന്ന് പറയുന്നവനോട് പറയാനുള്ളത്. അതായത് നമ്മളെല്ലാവരും എന്ന് പറഞ്ഞ് ഒരേ ഒരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതം ഉണ്ടാക്കി തന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കളാണ്, വേറെ ആരുമല്ല. ആര് തള്ളിപ്പറഞ്ഞു കഴിഞ്ഞാലും സ്വന്തം മക്കൾ അവരെ തള്ളിപ്പറയാൻ പാടില്ല. അതായത് ഇപ്പോൾ ദിയാകൃഷ്ണ എന്ന് പറയുന്ന ആ സ്ത്രീ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ മാതാപിതാക്കളെ തള്ളിപ്പറയാൻ പാടില്ലായിരുന്നു. ആ ഒരു സ്ഥലത്ത് അവരെത്താത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ അത്രയും ഭയങ്കരമായിട്ടുള്ള ദേഷ്യമുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ അവരാദ്യം തന്നെ അവരാന്നെത്തുക. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതായത് ഒന്നാം പിറന്നാളിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഉണ്ടോ ഇങ്ങനെ ഒരു ആഘോഷം? അതായത് എല്ലാ വീട്ടിലെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ആൾക്കാരും അമ്മയുടെ ആൾക്കാരും എല്ലാവരും വന്നിട്ട് ഭയങ്കര ഗ്രാൻഡായിട്ടല്ലേ ഇതെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ആൾക്കാർ ഒരാളെ പോലും വിളിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് വരെ അയച്ചു കൊടുക്കാൻ കഴിവുള്ള, ലക്ഷങ്ങൾ ബിസിനസ് നടത്തിയിട്ടുണ്ടാക്കുന്ന, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ വ്ലോഗിലൂടെ ഉണ്ടാക്കുന്ന ഓമിയുടെ അമ്മ ദിയാകൃഷ്ണ എന്തുകൊണ്ടാണ് അവരെ വിളിക്കാഞ്ഞത്? അവരുമായിട്ട് നല്ല ദേഷ്യമുണ്ട്, വേറെ ഒന്നും അല്ല. അവരുടെ മകനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്യാണം കഴിച്ചതിൽ പിന്നെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വിട്ടിനോ? എനിക്ക് തോന്നുന്നില്ല. അതായത് കല്യാണത്തിന് മുമ്പേ അവിടെ പോയിട്ട് എന്തായിരുന്നു നാടകം? അവിടെ പോയിട്ട് അമ്മായിയമ്മയെ ഹെൽപ്പ് ചെയ്യുന്നു, അമ്മായിയമ്മയായിട്ട് വ്ളോഗ് ചെയ്യുന്നു. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാരുടെ കണ്ണിൽ മഞ്ഞപ്പൊടി ഇടാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവർക്കൊന്നും വലിയ സ്നേഹമോ ബന്ധമോ ഒന്നുമില്ല. നാട്ടുകാരുടെ മുന്നിൽ കാണുമ്പോൾ ആഹാ ഭയങ്കര സംഭവം എന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ദിയ എന്ന് പറയുന്ന ആ ഒരു കൊച്ച് വലിയ സ്നേഹകാരിയൊന്നുമല്ല. അങ്ങനെ സ്നേഹമുള്ളതാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പം പേളിയും മാണീനെയൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എത്രമാത്രം സാമ്പത്തികം ഉണ്ട് പേളിയും മാണിക്ക്? എന്നിട്ട് അവരെന്താ ചെയ്യുന്നത്? അവർ ആ രണ്ട് അച്ഛനും അമ്മമാർക്കും കൊടുക്കുന്ന സ്നേഹം, അതായത് ശ്രീനേഷ് വിളിച്ചിട്ടില്ലെങ്കിലും പേളി വിളിക്കും, ശ്രീനേഷ് വീട്ടിൽ പോയിട്ടില്ലെങ്കിലും പേളി പോകും. അതാണ് അവർ തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് പേളിയും മാണിയെ പോലെയുള്ള ഇത്രയും പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴും ദുബായിലെങ്ങാനും കോടിക്കണക്കിന് രൂപയുടെ ഫ്ലാറ്റ് വാങ്ങിക്കുന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്ലോഗിലൂടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിൽ വന്നിട്ട് നെഗറ്റീവ് ആകാതെ ഒരേ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് പേളി മാത്രമാണ്. അതായത് മറ്റുള്ളവരെ കൊണ്ട് പറയിക്കാതിരുന്നത് പേളി മാത്രമാണെന്നേ ഞാൻ പറയുള്ളൂ. അത് ഏതായാലും നമ്മുടെ മാണിച്ചായൻ്റെ കഴിവ് തന്നെയാണ്, വേറെ ഒന്നുമല്ല. കാരണം മാണിച്ചായ മകളെ വളർത്തിയത് അതുപോലെയാണ്. മറ്റുള്ളവർക്ക് നല്ല രീതിയിൽ ബഹുമാനം കൊടുത്തുകൊണ്ടാണ് മാണിച്ചായം പേളിമാണിയെ വളർത്തിയത്. അതുകൊണ്ട് ആ ഒരു മാറ്റം പേളിമാണിക്കുണ്ട്.
ആ ഒരു മാറ്റം ശ്രീനേഷിൻ്റെ അമ്മയ്ക്കും അച്ഛനും കിട്ടുന്നുണ്ട്. കാരണം എന്താ, അവരുടെ കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ആളാണ് ഈ പേളിമാണി. അതുപോലെയാണോ ഈ ദിയാകൃഷ്ണ? ദിയാകൃഷ്ണയും വലിയ വ്ളോഗറാണല്ലോ. ഇവർ രണ്ടുപേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വ്ളോഗ് ചെയ്ത് ഒരുപാട് പേരെടുക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല പ്രശംസകൾ സ്വീകരിക്കുന്നവരല്ലേ. പക്ഷെ ഇപ്പോഴെന്താ ദിയാകൃഷ്ണയ്ക്ക് പറ്റിയത്? ഇപ്പോഴും ദിയാകൃഷ്ണയുടെ വ്ളോഗിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് ജനങ്ങളെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം വെറുത്തിരിക്കുകയാണ്. എന്താ കാരണം? അവരുടെ ആ നിലപാട് തന്നെയാണ് പലതരത്തിലും അവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ. കാരണം എന്താ, ഇതൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് ദിയാകൃഷ്ണക്ക് പറയാം. അതായത് എൻ്റെ അമ്മായിയമ്മയെയും അമ്മായി ഞാൻ സൗകര്യമായിട്ടൊക്കെ വിളിക്കും, നിങ്ങളല്ല തീരുമാനിക്കേണ്ടതെന്ന് ദിയാകൃഷ്ണക്ക് പറയാം. പക്ഷേ ഒരു കാര്യം, ദിയാകൃഷ്ണ തന്നെയാണ് ആദ്യമായിട്ട് ഇവരുടെയൊക്കെ വ്ളോഗ് എടുത്തിട്ട് പുറലോകം കാണിച്ചത്. ആ അച്ഛനെയും അമ്മയെയും ഒക്കെ വ്ളോഗ് എടുത്ത് അവരുടെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ടും കല്യാണത്തിന് മുമ്പുള്ള കോപ്രായങ്ങളൊക്കെ കാണിച്ച് അത് വ്ളോഗാക്കിയിട്ട് ജനങ്ങളുടെ മുന്നിൽ ഇട്ട് കൊടുക്കുകയും അവരെ കൊണ്ട് അഭിപ്രായങ്ങൾ പറയിക്കുകയും ചെയ്തതാരാണ്? ദിയയല്ലേ. എന്നിട്ടിപ്പോഴും ദിയയ്ക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ദിയയ്ക്ക് അവരുമായിട്ട് എന്താ പറയുക ചേർന്ന് പോകാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് വിളിച്ചില്ല? നമ്മൾ എത്ര വലിയ ശത്രുക്കളായാലും ശരി, നമ്മൾ എത്രത്തോളം എന്താ പറയേണ്ടത്, ശരി മകനെ കണ്ടുകൂടാ അല്ലെങ്കിൽ ഭയങ്കര ഇതാണെങ്കിൽ നമ്മളെല്ലാവരും ഇല്ലേ ഈ ബർത്ത്ഡേ ഒക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും പോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കൊച്ചുമോനാണ്, ആദ്യത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവർ തീർച്ചയായിട്ടും വരൂലേ? അവരെ വിളിക്കാത്തതുകൊണ്ടല്ലേ വരായിനി? ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും വരൂലേ? നിങ്ങളൊക്കെ പറയുന്നത് പോലെ ഈ ചെന്നൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ഉഗാണ്ടയിലൊന്നും അല്ലല്ലോ. ചെന്നൈയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ഫ്ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്നുണ്ട്. തിരുവനന്തപുരം ചെന്നൈ ഇഷ്ടംപോലെ ഫ്ലൈറ്റ് ഉണ്ട്. ഏതെങ്കിലും ഒരു ഫ്ലൈറ്റിൽ കയറി വന്ന് അതേ ഫ്ലൈറ്റിന് തന്നെ തിരിച്ചു പോയിക്കൂടെ? അതിനുള്ള പൈസ ദിയാകൃഷ്ണൻ്റെ കയ്യിലില്ലേ? അല്ലെങ്കിൽ ഈ അശ്വിൻ എന്ന് പറയുന്നവന് കൊടുത്തൂടെ? സ്വന്തം മാതാപിതാക്കളെ വരാത്തത് വളരെ മോശം തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ ഈ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ തന്നെ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ല, ഒരു വലിയൊരു കുറവ് അതിൻ്റെ അകത്തുണ്ട്. ഒരു വലിയ കുറവ്. ആ കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കുറവ് തന്നെയാണ്. അത് ഒരിക്കലും നിങ്ങൾക്കത് എന്താ പറയേണ്ടത്, ഇത് തിരുത്താൻ കഴിയില്ല. അതുപോലെ തന്നെ അശ്വിൻ എന്ന് പറയുന്നവനോട് എനിക്ക് പറയാനുള്ളത്, എന്നാൽ ഭാര്യേനെ കിട്ടിയപ്പോൾ അമ്മയെയും മറ്റവരെയൊന്നും തള്ളിപ്പറയരുത്. അതായത് നിങ്ങളെങ്കിലും വിളിച്ചു കൊണ്ടുവരണമായിരുന്നു. എന്തുകൊണ്ട് വന്നില്ല? അവർക്ക് എന്ത് തിരക്കുണ്ടെങ്കിലും ശരി, ഏത് മനുഷ്യനായാലും ശരി, കൊച്ചും മകൻ്റെ ബർത്ത്ഡേക്ക് വന്നിരിക്കും. അത് എത്ര തിരക്കുണ്ടെങ്കിലും അവർ വന്നിരിക്കും. അതാണ് ഒരു മനുഷ്യത്വം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ വിചാരിക്കുന്നിടത്തൊന്നല്ല കാര്യങ്ങൾ. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ അവർ തിരിഞ്ഞു നോക്കാത്തത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ പൊന്നുമക്കളെ, ഈ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും പൈസ കൊടുത്താൽ കിട്ടൂല. പൈസ നമ്മൾക്കൊരു ഇതിലങ്ങ് പോകും. ഇതിപ്പോഴും കൃഷ്ണകുമാറിൻ്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ അവർക്ക് ബന്ധുക്കളെ വേണ്ട, അവർക്കൊരു ബന്ധുക്കളെ വീണ്ടും വേണ്ട. സ്വന്തം അപ്പച്ചിയോട് വരെ ഇങ്ങനെ കാണിച്ചു, അതുപോലെ തന്നെ സ്വന്തം അമ്മൂമ്മയോട് ഇങ്ങനെ കാണിച്ചു. ഒരു ദിവസമെങ്കിലും ഈ പിള്ളേർക്കൊക്കെ ആ അപ്പച്ചിയും അമ്മൂമ്മയൊക്കെ ചോറ് കൊടുത്തിട്ടുണ്ടാവില്ലേ? ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അപ്പച്ചിയെ അവിടെ ജോലിക്ക് വേണ്ടി നിർത്തിയാണോ എന്നുള്ള സംശയം കൂടിയുണ്ട്. അതായത് ചില ആൾക്കാർ അങ്ങനെയാണല്ലോ, ഒന്നുമില്ലാത്ത ബന്ധുക്കളെ ഇതേപോലെ ജോലിക്കാരിയൊക്കെ വെക്കും. അങ്ങനെയുള്ള ക്രൂരത ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്നുവെച്ചാൽ ഇവർ വലിയ പണക്കാരായിരിക്കും, കുറച്ച് പണം കുറഞ്ഞവരാ, ബന്ധുവല്ലേ എന്നാൽ ഇവിടെ നിന്നിട്ട് ജോലിക്കാരാക്കും. അത് ഏറ്റവും വലിയൊരു ക്രൂരത തന്നെയാണ്. നമ്മൾ വിചാരിക്കും ഒരു ഭയങ്കര സംഭവമാണ്, അല്ലെങ്കിൽ ഇവരൊക്കെ ചെയ്യുന്ന വലിയ പുണ്യമാണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അതൊരു വലിയ ക്രൂരതയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ പൊന്നുമക്കളെ ഇതിനൊന്നും നിൽക്കരുത്. നന്ദി, നമസ്കാരം.